പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഭാഗ്യമേറിയ ഈ നല്ല സമയത്തെ ഓർത്ത് എൻ്റെ അപ്പച്ചനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പച്ച സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു എവിടെല്ലാം ഇരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന ശ്രവിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ആരെങ്കിലും ഇത് കേൾക്കാതിരിക്കുന്നെങ്കിൽ അവർ കേൾക്കുവാൻ നീ മുഖാന്തരം ഒരുക്കണമേ. ആരെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുന്നെങ്കിൽ അവിടെ ഉള്ളത്തിൽ ആ ഭാരം കൊടുക്കണം. അയ്യോ, ഇതൊരു വലിയ കുറ്റമാണ്, ഒരു 10 പേർക്കെങ്കിലും ഞാനിത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് ഷെയർ ചെയ്യാനുള്ള കൃപ കൊടുക്കണം കർത്താവേ. ഓരോരുത്തരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള കൃപ ദേവൻ കൊടുക്കണം. யாரும் இதை அசட்டை பண்ணக்கூடாது. தன்னோட வசதிக்கேற்ற மாதிரி யூஸ் பண்ணதுக்கு அனுமதிக்க கூடாது. பயபக்தியோடு இந்த ஜெபத்தில் ஈடுபட, உண்மையாய் செயல்பட, சத்தியத்திலும் ஆத்மாவிலும் கர்த்தாவே இதில் ഇടപെടக்கூடிய കൃപை എൻ മക്കൾക്ക് താങ്ങ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, കരങ്ങളെ കേൾപ്പിക്കുന്നു. അടിയാനെ ബലപ്പെടുത്തുന്ന ഇത്രത്തോളം കർത്താവ് നടത്തിയൊന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ, ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കരങ്ങളെ കേൾപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1167 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനി ദൈവം നമ്മളെ നടത്തും. നമ്മളിപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ് ഇതൊരിക്കൽ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 17-ാമത്തെ വാക്യം ധ്യാനിക്കാൻ പോവുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6:17. അവിടെ പറയുന്നത്, അവർ ഒരു കല്ല് കൊണ്ടുവന്നു ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന്, ദാനിയേലെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്വക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. തമിഴ് ബൈബിളിലെ പ്രഭുക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ മഹത്വക്കൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രഭുക്കൾ എന്നാണ്, രാജാവും പ്രഭുക്കളും എന്നാണ് തമിഴ് ബൈബിളിൽ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഇരിക്കട്ടെ. ഇത് നല്ല ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ദാനിയേലിനെ കുറിച്ചുള്ള ആ ചിന്ത 122 പേരുകൾ ചേർന്ന് എഴുതിയിരിക്കുകയാണ്. അവന്മാർ ആ 122 പേരിനകത്ത് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. രാജാവും ആ പത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് മാറ്റാൻ പറ്റത്തില്ല. എന്തുവാ ഒപ്പിട്ടിരിക്കുന്നത്? ഈ 30 ദിവസത്തിനകത്ത് രാജാവിനെ അല്ലാതെ വേറെ ഒരുത്തനെയും ആരും നമസ്കരിക്കരുത് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടും. അതാണ് പണിഷ്മെന്റ്. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ. അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് രാജാവും ഒപ്പിട്ടത്. ഈ 122 പേരും ഒപ്പിട്ടിരിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ലെറ്ററാണ്. ഇത് ആരെയും കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല. ഇത് രാജാവിൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കട്ടളയാണ്. ഇതാരെയും കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിൻ്റെ മധ്യേ മറുപടിയും ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന്. അപ്പൊ ആ പത്രത്തിനകത്ത് എന്തുവായി എഴുതിയിരിക്കുന്നത്? ആ മാറ്റം വരരുത്. ഈ വാതിൽക്കൽ വഴിയായി ആരെങ്കിലും വലിച്ചു കയറ്റുമോ, അല്ലെ ദാനിയേൽ ചാടി ഓടിപ്പോകുമെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കല്ല് കൊണ്ടുവച്ച് അതിന് രാജാവിൻ്റെ മോതിരം കൊണ്ടും ആ മഹത്വക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു, സീലിട്ടു. ആരും മാറ്റാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, ഒരു കടയോ കമ്പനിയോ ഏതെങ്കിലും പോയി സീല് വെച്ചെങ്കിൽ, ഗവൺമെന്റ് സീല് വെച്ചെങ്കിൽ അത് ആരും ഉടയ്ക്കാൻ പറ്റത്തില്ല. അതിന് പവറുണ്ട്. അതിനേക്കാട്ടിലും പവറാണ് രാജാവിൻ്റെ ഈ സീല്, ഈ മുദ്ര. ഒരുത്തനെയും കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലോകത്തിൽ നീ ഏത് മുദ്രയിട്ടാലും, ഏത് സീല് വെച്ചാലും, എല്ലാ മഹത്വക്കളും എല്ലാ പ്രഭുക്കളും എല്ലാ രാജാക്കളും വന്ന് അവിടെ മുദ്രയിട്ടാലും സീല് വെച്ചാലും ഏത് കല്ലുരുട്ടി വെച്ചാലും എൻ്റെ ദൈവം നിന്നെ വിടുവിക്കണം, നിനക്ക് നന്മ ചെയ്യണം, നിനക്ക് മറുപടി നൽകണം, നിന്നെ ഉയർത്തണം, നിന്നെ അനുഗ്രഹിക്കണം, നിന്നെ ആമീൻ സന്തോഷത്തോടെ നിന്നെ രക്ഷിക്കണം എന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇവന്റെ മുദ്രയോ ഇവന്റെ സിംഹമോ ഇവന്റെ 120 പേരോ ഈ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഇതൊന്നും അത് തടുക്കാൻ പറ്റത്തില്ല. ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ചത് ഈ ലോകത്തിന്റെ ഒരു ശക്തിയും കൊണ്ടും
തടുക്കാൻ പറ്റത്തില്ല, തടുത്തു വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളിൽ ചിലർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, കയ്യിൽ വരുന്നില്ല. വിവാഹത്തിന് വേണ്ടി ഓടുന്നു, ഒന്നും കൈക്കൂടി വരുന്നില്ല. ഒരു വീട് പണിയാൻ നോക്കുന്നു, ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഒരു നല്ലൊരു സ്ഥലം വിൽക്കാൻ നോക്കുന്നു, വിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിറയെ പ്രോപ്പർട്ടികൾ വരാനുണ്ട്, അത് കയ്യിലോട്ട് വരുന്നില്ല. നിറയെ പണങ്ങൾ വരാനുണ്ട്, കയ്യിലോട്ട് വരുന്നില്ല. ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായി കൊതിക്കുന്നു, കുഞ്ഞ് ലഭിക്കുന്നില്ല. ഇങ്ങനെ പല വിഷയങ്ങളുടെ മുഖത്ത് ഒരു നല്ല പെയ്ത്തവും പണിയണം, പറ്റുന്നില്ല. ഇങ്ങനെ ആൾക്കളെ കൊണ്ടതുപോലെ നല്ല വിടുതലോട് ദൈവത്തെ ആരാധിക്കണം, പറ്റുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ ഈ ദുഷ്ടപിശാച് തടുത്തു വയ്ക്കുകയാണ്. ഇപ്പൊ ദാനിയേൽ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഒരു മാർഗവുമില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ഉറക്കളയ്ക്കുന്നു, കഷ്ടപ്പെടുന്നു, പാടുപെടുന്നു, വേദനിക്കുന്നു, കണ്ണുനീര് വിടുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. നമുക്കൊന്നും അങ്ങോട്ട് കയ്യിലോട്ട് വരുന്നില്ല. അങ്ങനെ തകർന്നു കിടക്കുന്ന ഒത്തിരി ഉള്ളങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചെന്തോ പ്രയോജനം, ദൈവത്തെ വിളിച്ചെന്തോ പ്രയോജനം, കരഞ്ഞെന്തോ പ്രയോജനം. എനിക്ക് കരയാൻ തലയിൽ വെള്ളമില്ല, എനിക്ക് മുട്ട മുട്ടിന് ബലമില്ല, ഉപവസിക്കാൻ എൻ്റെ മാംസത്തിൽ ശക്തിയില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം ഞാൻ ചെയ്തു നോക്കി, എല്ലാം പരാജയം എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്കാണ് ഈ ആലോചന അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവനെ ഇവന്മാരെല്ലാം കൂടി 122 പേരും വാരിക്കൊണ്ട് വരുമ്പോൾ, സാർ എന്തിനെന്നെ കൊണ്ടുപോകുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്തുവാനും ചെയ്യേണ്ടത്, എന്നെ ഒന്ന് വിട്ടേര്, ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചത് കുറ്റമാണോ, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് അവന്മാരോട് പ്ലീസ് ചോദിച്ച് പറഞ്ഞിട്ടില്ല. അവൻ ചിരിച്ചോണ്ട് വരിക. രാജാവിൻ്റെ രാജാവെ നീ വാഴുക, ദയവ് ചെയ്ത് എന്നെ ഈ പ്രാവശ്യം സിംഹത്തിന് ഇടരുത്, ഞാൻ ഈ ഒരു പ്രാവശ്യത്തോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രാജാവിനോട് പ്ലീസ് ചോദിച്ചു. നിങ്ങളിട്ടോ, എനിക്കറിയാം ഈ സിംഹത്തിന്റെ കുഴി തന്നെ എടുത്ത് എങ്ങോട്ടാ കൊണ്ടുപോകാൻ പോകുന്നത്. സിംഹത്തിന്റെ വയറ്റിലോട്ടല്ല ദാനിയേൽ പോകാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ദാനിയേൽ മരിച്ചിട്ട് ഈ സിംഹങ്ങൾ അവനെ തിന്നതിന് ശേഷം അവന്റെ അഡ്രസ്സ് കഴിഞ്ഞു, അവന്റെ നാമം കംപ്ലീറ്റ്, ഒരു എല്ലിന്റെ കഷ്ണം പോലും ശേഷിച്ച് കിട്ടത്തില്ല. അവനൊരു കല്ലറയില്ല. അവനെ എവിടെ പോയി ഒരു കല്ലറ വെച്ച് കാണാൻ നോക്കി ഒരു എല്ലുണ്ടെങ്കിൽ എല്ലാം വെക്കാം, അതും കൂടെ കിട്ടത്തില്ല. അഡ്രസ്സ് കംപ്ലീറ്റ് ദാനിയേൽ എന്നൊരു നാമം ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളയാണ്. അതാണ് ഇവന്മാരുടെ പ്ലാൻ. ഇവൻ ഈ ദേശത്തിൽ ഇരിക്കരുത്, ഇവിടെ ഇവൻ സഭ പണിയരുത്, ഇവന്റെ കൊച്ചിന് കല്യാണം നടക്കരുത്, ഇവന് കുഞ്ഞ് ജനിക്കരുത്, ഇവന് ജോലി ലഭിക്കരുത്, ഇവനൊരു വീട് പണിയരുത്, ഇവൻ മുന്നോട്ട് പോകരുത്, ഇവന്റെ കമ്പനി ക്ലോസ് ചെയ്യണം, ഇവന്റെ വീട്ടെ നശിപ്പിക്കണം, ഇവന്റെ ഭാര്യയും ഭർത്താവിനോട് അമ്മയും പിരിക്കണം, രണ്ടുപേരെ ഓടിക്കണം, കുഞ്ഞുങ്ങളെ തകർക്കണം. ഇങ്ങനെ ഒരു വലിയ കൂട്ടം നിങ്ങളുടെ പുറകെ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതോ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വീരമായി എഴുന്നേറ്റ് വരുമ്പോൾ ഈ ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലോകക്കാർ മുഴുവനും എഴുന്നേറ്റ് വരട്ടെ, ഡോക്ടർമാരുടെ നിർദ്ദേശമല്ല നിങ്ങൾക്ക് വരട്ടെ, എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. മരണമായിരിക്കും, മാരക രോഗമായിരിക്കും, ഇതിന് മരുന്നില്ലായിരിക്കും, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലായിരിക്കും, എല്ലാവരും കൈവിട്ട് കാണുമായിരിക്കും. ഇതിനൊന്നും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു വൈദ്യനെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമായിരിക്കും. ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ക്ഷീണിക്കണ്ട, നിങ്ങൾ തളർന്നു പോകരുത്, ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, ഇതെല്ലാം കണ്ട് നിങ്ങൾ പരിഭ്രമിക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, കർത്താവ് നിങ്ങൾക്ക് കൂട്ടിലുണ്ട്. അങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ ദാനിയേലിനെ പോലുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥിക്കുന്നവൻ ഇന്നോട്ടുണ്ട് പോയി പ്ലീസ് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഒന്ന് വിടുവിക്കണമേ, എനിക്കൊന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തിലൊരു പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനെ രക്ഷിക്കുന്നവൻ, അവനെ വിടുവിക്കുന്നവൻ. അതിന്റെ മേലത്തെ വാക്യത്തിൽ ഇന്നലെ രാജാവ് പറഞ്ഞു, നിങ്ങൾ കണ്ടോ? എന്തോ പറഞ്ഞത്? നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. നീ ഇടവിടാമൽ. ഇവന്മാർ നോക്കിയപ്പോൾ 3 പ്രാവശ്യമാണ് ദാനിയേൽ പ്രാർത്ഥിച്ചത് ഇവന്മാർ കണ്ടത്. രാജാവിന്റെ ആത്മാവിൽ രാജാവിന് വെളിപ്പെടുന്നത് ഇടവിടാമൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ദാനിയേൽ. 3 പ്രാവശ്യമല്ല സാറേ, ഇടവിടാമൽ 24 hours, രാത്രിയും പകലുമില്ലാതെ ഇടവിടാമൽ ആമേൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന വീരനെ ഈ സിംഹം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ രാജാവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ മുദ്ര, മന്ത്രിമാരുടെ മുദ്ര ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ 120 പേരും അവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സിംഹങ്ങൾ ഇവനെ ഒന്നും ചെയ്യത്തില്ല. കാരണം സിംഹങ്ങളെ സൃഷ്ടിച്ചവൻ, ഇവന്മാരെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവ് ദാനിയേലിന്റെ അകത്ത് വീരമായി നിൽക്കുമ്പോൾ, ആ ദാനിയേൽ അവനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആരാധിക്കുന്ന ദൈവം അവനെ വിടുവിക്കും. ഇതാണ് സത്യം. അങ്ങനെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ കടമയ്ക്കുള്ള പ്രാർത്ഥന അങ്ങോട്ട് മാറ്റിവെച്ചാട്ട്, ഒരു കടമയ്ക്കുള്ള പ്രാർത്ഥന, പേരിനൊരു പ്രാർത്ഥന,
മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രാർത്ഥന, അതെല്ലാം നമുക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. സ്വർഗം അംഗീകരിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരുത്തനും തകർക്കാൻ പറ്റത്തില്ല, ഒരുത്തനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു രോഗവും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ആരെല്ലാം എവിടെല്ലാം മുദ്രയിട്ട് വാതിൽ അടച്ചോ അതെല്ലാം കർത്താവ് തുറക്കും. ദൈവം അതെല്ലാം തുറക്കും. ദൈവം അതിന് ശക്തനാണ്, മതിയായവനാണ്. ഈ ബോധ്യത നമ്മുടെ ഹൃദയത്തിലോട്ടൊന്ന് വരട്ടെ, ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലോട്ടൊന്ന് വരട്ടെ, ഈ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് വരട്ടെ. ഇവിടെ എന്തോ വായിച്ചപ്പോൾ ഇവിടെ പറയുന്നത്, ഒരു കല്ല് കൊണ്ടുവന്നു ഗുഹയുടെ വാതിൽക്കൽ വെച്ചു, ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന്. അതാരും മാറ്റാൻ പറ്റത്തില്ല. മാറ്റം വരാതിരിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. അതേ, ദൈവത്തിന് സ്തോത്രം. രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. കഴിഞ്ഞു പ്രോബ്ലം. ചാപ്റ്റർ ക്ലോസ്. ഇനി ദാനിയേലിന്റെ ഒരു നാമമേ ഇല്ല. ഇതാണ് ഇവന്മാർ ചിന്തിച്ചത്. അടുത്ത് നമുക്ക് നാളെ കാണാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല വാത്സല്യ പിതാവേ, ഈ ആലോചന കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുതൂഹലം ഉണ്ടാകട്ടെ, ഒരു കുതൂഹലം ഉണ്ടാകട്ടെ. അവരുടെ വിശ്വാസത്തിന്റെ കണ്ണുകളൊന്ന് തുറക്കട്ടെ, അവരുടെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വർദ്ധിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാനുള്ള അതരങ്ങളൊന്ന് കൊടുത്താട്ട്, ദൈവത്തെ ആരാധിക്കാനുള്ള കരങ്ങളൊന്ന് കൊടുത്താട്ട്, ദൈവത്തിന്റെ സന്നിധാനത്തിൽ മടക്കുവാനുള്ള മുട്ടൊന്ന് കൊടുത്താട്ട്, മുഴങ്കാലൊന്ന് കൊടുത്താട്ട്, ദൈവ സന്നിധാനത്തിൽ ഉയർത്തുവാനുള്ള കരങ്ങൾ കൊടുത്താട്ട്, ദൈവത്തെ കാണാനുള്ള കണ്ണുകൾ കൊടുത്താട്ട്. ഓ, മല പോലുള്ള വിഷയങ്ങൾ, പർവ്വതം പോലുള്ള വിഷയങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ വയ്യ, ഒരു ഡോക്ടറെയും കൊണ്ട് പരിഹരിക്കാൻ വയ്യ, ഒരു അധികാരിയെയും കൊണ്ട് പരിഹരിക്കാൻ വയ്യ, ഈ ഗവൺമെന്റിനെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും കൈവിരിച്ച വിഷയം, എല്ലാവരും കൈവിട്ട വിഷയം, എല്ലാ മെഡിക്കൽ കൈവിട്ടു, എല്ലാ വീട്ടുകാർ എല്ലാവരും കൈവിട്ടു. ഒരു മനുഷ്യനെയും കൊണ്ടും എന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ പ്രാപ്തിയില്ല എന്നുള്ള 0 പോയിന്റിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം നടക്കണം, അത്ഭുതം നടക്കണം, അത്ഭുതം നടക്കണം, അത്ഭുതം നടക്കണം. ഞങ്ങളെ തകർക്കുവാൻ, ഞങ്ങളെ നശിപ്പിക്കുവാൻ, ഞങ്ങളുടെ പേര് ഭൂലോകത്തിൽ ഇല്ലാതെ ഞങ്ങളെ മായ്ച്ചു കളയുവാൻ ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം രീതിയിൽ ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ ഭുയം, വലിയ കര, ദൈവത്തിന്റെ ആ ശക്തിയേറിയ കരം, ആ ശക്തിയുള്ള ഭുയം ഒന്ന് വെളിപ്പെടുത്ത പറ്റ. അടഞ്ഞ ഡോറെല്ലാം ഓപ്പൺ ആകണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ മഹത്വം നീ വെളിപ്പെടുത്തണം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ ക്രിയകൾ ഒന്ന് വെളിപ്പെടുത്തുന്നതിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടട്ട്. അത് മറ്റുള്ളവർ കാണട്ടെ പറ്റ. ഈ പ്രാർത്ഥിക്കുന്നവനെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇടവിടാതെ ആരാധിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുട്ടിപ്പോട് പ്രാർത്ഥിക്കുന്നവൻ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവൻ, ഉപവാസത്തോട് പ്രാർത്ഥിക്കുന്നവൻ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ നശിപ്പിക്കാൻ, അവനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മയാക്കുവാൻ ഈ ലോകത്തിൽ ഒരുത്തനെ കൊണ്ട് പറ്റത്തില്ല. അവനോട് കളിക്കാൻ പോകണാൽ കളിക്കാൻ പോകുന്നവൻ കാണാതെ പോകും, അവൻ ഇല്ലാതെ പോകും. ഈ ഒരു സത്യം എங்கள் നാട്ടിൽ, എങ്ങളുടെ ദേശത്തിൽ, ഭവനത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് അപ്പച്ചന്റെ നാമത്യം പ്രാർത്ഥിക്കാൻ. ഏതെല്ലാം കുഞ്ഞുങ്ങൾ നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചു, ഇത്രയും വർഷങ്ങൾ പ്രാർത്ഥിച്ചു, അനേക നാട്ടുകാർ, വീട്ടുകാർ, ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ചു, പെറ്റ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. ഇനി കരയാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല. പക്ഷെ എനിക്കൊരു മറുപടി ലഭിച്ചില്ലല്ലോ. ഇത്രയും കാലങ്ങളായിട്ടും എനിക്കൊരു ഉത്തരം ലഭിച്ചില്ലല്ലോ, എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് ആരെങ്കിലും ദുഃഖത്തോട് നെടുവീർപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവിടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്ന് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം എന്റെ അരികത്തുണ്ട്, എന്നെ വിടുവിക്കുന്നൊരു ദൈവം എന്റെ അരികത്തുണ്ട്, എന്റെ രക്ഷിതാവ് എന്റെ അരികത്തുണ്ട്. ഓ, എന്നെ സഹായിക്കുന്ന കരം എന്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ ഉപേക്ഷിക്കയില്ല, അവൻ എന്നെ മറക്കയില്ല, അവൻ എന്നെ തള്ളിക്കളകയില്ല, അവൻ എന്നെ കൈവിടുകയില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനാണ്, എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്. എന്റെ കിടക്ക മാറ്റി വിരിക്കുവാൻ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ ആപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ പട്ടിണിയിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ, കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുവാൻ എന്റെ ദൈവം മതിയായവനെന്നുള്ള ആ ബോധ്യത ചിന്ത നിന്റെ കുഞ്ഞുങ്ങളുടെ അകത്തോട്ടൊന്ന് വരട്ടപ്പച്ച. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾ, പേടിച്ചു വരച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അയ്യോ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു, എല്ലാം അവസാനിക്കാൻ കഴിഞ്ഞു, ദാനിയേലിന്റെ അഡ്രസ്സിന് ഇല്ല കേട്ടോ, അവന്റെ ചാപ്റ്റർ കഴിഞ്ഞു എന്നാണ് ഇവന്മാർ കൊതിക്കുന്നത്. അന്ന്
ഇവനെ അങ്ങോട്ട് കുഴിയിലോട്ട് ഇട്ടതിന് ശേഷം ആ 120 പേരുടെ കൊണ്ടാട്ടം എന്തായിരുന്നിരിക്കും? എത്ര ബോട്ടിൽ അമ്മാര് കുടിച്ച് കാലി ചെയ്ത് കാണും? എന്തോ ഒരു ആഹ്ലാദമായിരിക്കും, എന്തോ ഒരു ആനന്ദമായിരിക്കും, ഭയങ്കര ഡാൻസ്, ഭയങ്കര നൃത്തം, എന്തോ ഒരു സന്തോഷം. കഴിഞ്ഞടാ, ദാനിയേലിന്റെ ചാപ്റ്റർ കഴിഞ്ഞടാ. കാരണം പിറ്റേ ദിവസം ഇവന്മാർക്ക് എന്താ വരാൻ പോകുന്നതെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. അത് നമ്മൾ നാളെ ദൈവത്തിന്റെ കൃപയാൽ ധ്യാനിക്കാൻ പോകുകയാണ്. ഇവന്മാർ ഇത് നെഹളിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ തകർത്തു. ഒരു ദൈവസഭ കൊളുത്തിയതിനു ശേഷം, ഒരു ദൈവദാസനെ വെട്ടിയതിനു ശേഷം അവർ ആഹ്ലാദം കൊണ്ട് നിറയാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കാൻ പോവുക, ദൈവത്തിന്റെ ശക്തിയോടെ വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥനയുടെ ശക്തി, ആരാധനയുടെ ശക്തി കർത്താവ് വെളിപ്പെടുത്തും. ആരാധനയുടെ മഹത്വം കർത്താവ് ഇന്ന് വെളിപ്പെടുത്തും. ദൂത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൂത് വന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തോണം, വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ എടുത്തോണം, ഇഷ്ടമുള്ളവർ അനുഭവിച്ചോണം, ഇഷ്ടമുള്ളവർ രുചിച്ചോണം. നിനക്ക് വേണമെങ്കിൽ വിടുതൽ പ്രാപിച്ചോ. ഇന്ന് കർത്താവ് ഇതിനെ വിടുവിക്കാൻ പോവുക. ഈ മുദ്രയോ, ഈ രാജാക്കന്മാരുടെ മുദ്രയോ, ഈ മന്ത്രിമാരുടെ മുദ്രയോ ഒന്നും നിന്നെ തടുത്തു നിർത്താൻ പറ്റത്തില്ല. ഈ സിംഹം നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഈ കുഴി നീ മരിക്കത്തില്ല. നിന്നെ കൊണ്ട് വലിയത് പ്രവർത്തിക്കുവാൻ, നിന്നെ ഉയർത്തി കൊണ്ടുപോകുവാൻ, എല്ലാവരും നിന്നെ കാണുവാൻ, എല്ലാവരും നിന്നെ അറിയുവാൻ, ദേശം മുഴുവനും ദാനിയേൽ എന്ന് പറയുവാൻ ഞാൻ നിന്നെ ഉയർത്താൻ പോകുക. ദൈവത്തിന്റെ പ്ലാൻ അതാണ്. ദൈവത്തിന്റെ ഇവൻ നിന്നെ താഴോട്ട് താഴ്ത്തി നശിപ്പിച്ചു കളഞ്ഞു. ദൈവം നിന്നെ പണിയാൻ പോവുക, ഉയർത്താൻ പോവുക. ദൈവത്തിന്റെ മഹത്വം നിന്നോട് വെളിപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കും നിങ്ങൾ ഈ വാക്യം, വചനത്തെ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കി നിങ്ങളതൊന്ന് ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ വിശ്വാസത്തെ തട്ടി എഴുന്നേൽപ്പിക്കുക. നിങ്ങളുടെ വിളക്കെല്ലാം ഒന്ന് എറിയട്ട്, നിങ്ങളുടെ മുട്ടൊന്ന് മടക്കട്ട്, വായൊന്ന് തുറക്കട്ട്, കൈയൊന്ന് ഉയരട്ട്. ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ആരാധിച്ച് വിടുതൽ പ്രാപിക്കണം. ആരാധിക്കുന്നവന് വിടുതലുണ്ട്. ആരാധിക്കുന്നവൻ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്നവന് വിടുതലുണ്ട്. അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അല്പം താമസമാകും, പേടിക്കരുത്. കർത്താവ് തന്റെ കാര്യം നിശ്ചയമായിട്ട് ചെയ്യും. അവൻ പറഞ്ഞെങ്കിൽ പറഞ്ഞത് തന്നെ ആരും മാറ്റാൻ പറ്റത്തില്ല. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കുക, വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമേ, ഈ പ്രാർത്ഥന പോയി ചേർന്നിടത്തെല്ലാം നിന്റെ മഹത്വം വെളിപ്പെട്ടിട്ട് അതിനെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തി ഇത്രത്തോളം നടത്തിയല്ലോ, അതിനായി സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻ കാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിശ്ചയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.